ശ്രമിക്കുന്നത് നിർത്തുക, പ്രവർത്തിക്കാൻ തുടങ്ങുക. മഹത്വം കൈവരിക്കുന്നതിന് പരിചിതമായ അതിർവരമ്പുകൾക്കപ്പുറത്തുള്ള അസാധാരണമായ ഉദ്യമങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ആഗ്രഹങ്ങളെ പ്രതീക്ഷകളിൽ നിന്ന് വേർതിരിക്കണം. കാരണം ഉയർന്ന പ്രതീക്ഷകൾ യഥാർത്ഥ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ഒരാളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളുമായി പ്രതിധ്വനിക്കുന്ന പ്രയത്നങ്ങൾക്ക് മാത്രം അതേ എന്ന് പറഞ്ഞ് ഹൃദയംഗമമായ സന്തോഷത്തോടെ പ്രവർത്തനങ്ങളെ വിന്യസിക്കുക എന്നതാണ് പ്രധാനം. ഒരേ സമയം നിരവധി ജോലികൾ കൈകാര്യം ചെയ്യുന്നത് സൃഷ്ടിപരമായ സാധ്യതകളും ശകലങ്ങളുടെ ശ്രദ്ധയും നേർപ്പിക്കുന്നതിനാൽ അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കുക, ഒഴിവാക്കുക. കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളായ നിങ്ങളുടെ ആന്തരിക പ്രചോദനവും അഭിലാഷവും കണ്ടെത്തുക. ഒരേ സമയം ഒന്നിലധികം വഴികൾ പിന്തുടരാനുള്ള ആകർഷണം ശ്രദ്ധക്കുറവിനും മാനസിക പിരിമുറുക്കത്തിനും ഇടയാക്കും. പെട്ടെന്നുള്ള വിജയങ്ങളുടെ ആഗ്രഹത്താൽ പ്രക്രിയയെ മറികടക്കുമ്പോൾ വിജയം പലപ്പോഴും അവ്യക്തമാണ്. സംഘടനാ രാഷ്ട്രീയത്തിനും അന്യായമായ മാർഗങ്ങൾക്കും കീഴടങ്ങുന്നതിന് പകരം യഥാർത്ഥ ലക്ഷ്യങ്ങൾക്കായി നിങ്ങളുടെ ഊർജം പകരുക. യഥാർത്ഥ മഹത്വം ഉടലെടുക്കുന്നത് അനുരൂപീകരണത്തിൽ നിന്നല്ല, പരിവേഷണം ചെയ്യപ്പെടാത്ത പാതകളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യത്തിൽ നിന്നാണ്. അസാധാരണമായ ഒന്നിനായുള്ള അന്വേഷണത്തിൽ പരമ്പരാഗത മാനദണ്ഡങ്ങൾ ഒഴിവാക്കി വ്യക്തിഗത ഊർജത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കണം. മഹത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് സാധാരണയിൽ നിന്നും വ്യതിചലനവും അഭൂതപൂർവമായ പ്രവർത്തനങ്ങളോടുള്ള പ്രതിബദ്ധതയും ആവശ്യമാണ്. പരിചിതമായ നിയന്ത്രണങ്ങളിൽ നിന്നും മോചനം നേടിയാൽ മാത്രമേ ജീവിതത്തിൽ മഹത്വം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. നിയന്ത്രിക്കപ്പെടുന്നവർ നിശ്ചലരും ലക്ഷ്യങ്ങളുടെ അകലങ്ങളിൽ കാണാത്തവരുമാണ്. അകലങ്ങളിലെ നക്ഷത്രങ്ങൾ കണ്ട് സന്തോഷിക്കുന്നത് പോലെ ലക്ഷ്യങ്ങളുടെ വിദൂരതയിൽ കണ്ട് സന്തോഷിച്ച് മുന്നേറുക. ശ്രോതാക്കൾക്ക് നന്ദി.